മതവിശ്വാസികൾ ലോജിക്ക് ഓഫ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ വേറൊരു സംഭവം പറയാമെന്ന് വിചാരിച്ചു. ഇസ്ലാം മതവിശ്വാസ പ്രകാരം പലിശ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. അപ്പോൾ അത് മറികടക്കാൻ ഇവർ കണ്ടുപിടിച്ച ഒരു ഇല്ലോജിക്കൽ വേയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരാൾക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിശ്വാസിയായ ഒരാൾക്ക്. പക്ഷേ കാറിന് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും കയ്യിലില്ല. നമ്മളാണെങ്കിൽ ബാങ്ക് ലോൺ എടുത്തിട്ട് മുതലും പലിശയും അടച്ച് കാറ് സ്വന്തമാക്കും. അപ്പോൾ ഇവർ ഈ പലിശൻ്റെ സംഭവം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇസ്ലാമിക് ബാങ്ക് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി. അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് കോമഡി. അപ്പോൾ ഇയാൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കാറിന് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് പോയിട്ട് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ കാറ് സ്വന്തമായിട്ട് വാങ്ങിക്കും. ഇനിയാണ് ശരിക്കുള്ള കോമഡി വരുന്നത്. എന്നിട്ട് ഈ സാധാരണ ബാങ്ക് ലോണ് എടുത്താൽ എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത്, ആ ഇൻട്രസ്റ്റ് ഈ കാറിൻ്റെ വിലയുടെ കൂടെ ചേർക്കും. ഇപ്പോൾ നമുക്ക് വിചാരിക്കാം അതൊരു 2 ലക്ഷം രൂപയാണെന്ന്. അപ്പോൾ 10 ലക്ഷം രൂപേൻ്റെ കാറിൻ്റെ കൂടെ 2 ലക്ഷം രൂപ കൂടെ ചേർക്കും. അപ്പോൾ കാറിൻ്റെ വില 12 ലക്ഷം രൂപയായി. അതായത് മാർക്കറ്റ് പ്രൈസ് 10 ലക്ഷം രൂപയുള്ള കാറിന് ഇപ്പോൾ 12 ലക്ഷം രൂപയാണ് വില. എന്നിട്ട് ഈ 12 ലക്ഷം രൂപയ്ക്ക് ഈ ഇസ്ലാമിക് ബാങ്ക് കാർ ഇയാൾക്ക് വിൽക്കും. എന്നിട്ട് പറയും ഈ എക്സ്ട്രാ വരുന്ന 2 ലക്ഷം അത് പലിശയല്ല, നമ്മുടെ ലാഭമാണെന്ന് പറയും. അതായത് പലിശ എന്ന വാക്കിൻ്റെ അവിടെ ലാഭം എന്ന വാക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടുപേരും ഹാപ്പി. ഇപ്പോൾ ഇവർ പലിശ വാങ്ങിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നാണ് രണ്ട് കൂട്ടരും വിചാരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് പറഞ്ഞാൽ, വെറും സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കും മനസ്സിലായി ഇത് ഉഡായിപ്പാണെന്ന്. പക്ഷേ വിശ്വാസി വിചാരിക്കുന്നത് അള്ളാഹുവിനത് മനസ്സിലായിട്ടില്ലെന്നാണ്. അതായത് സർവ്വശക്തനും ഈ ഭൂമി സൃഷ്ടിച്ചനുമേ അള്ളാഹുവിന് മനസ്സിലായിട്ടില്ല. ശരിക്കും വിശ്വാസി ആരെയാണ് പൊട്ടനാക്കുന്നത്? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ ഒന്ന് വായിക്കണേ.